നമസ്കാരം. ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. പാലക്കാട് ചെർപ്പളശ്ശേരി CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ പീഡനത്തിന് ഇരയായതായി യുവതിയുടെ പരാതി. കോളേജ് വിദ്യാർത്ഥിനിയായിരിക്കെ മാഗസിൻ ചുമതലകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ പാർട്ടി ഓഫീസിൽ വെച്ച് യുവാവ് പീഡിപ്പിച്ചുവെന്നാണ് പരാതി. നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ നടത്തിയ അന്വേഷണത്തിനിടെയാണ് യുവതിയുടെ മൊഴി. 2018 ജൂണിൽ ചെർപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടതായാണ് പരാതി. കോളേജ് മാഗസിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിരുന്നു യുവതി. ഇതിൽ സഹായിക്കാമെന്ന് വാഗ്ദാനം നൽകി യുവാവ് പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത്. യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി CPM ചെർപ്പുളശ്ശേരി ഏരിയ സെക്രട്ടറി വ്യക്തമാക്കി. പരാതിക്കാരിയുടെ കുടുംബം CPM അനുഭാവമുള്ളവരാണെന്നും എന്നാൽ ആരോപണ വിധേയനായ യുവാവിന് പാർട്ടി ബന്ധമില്ലെന്നും ഏരിയ സെക്രട്ടറി പറഞ്ഞു. പാർട്ടി അന്വേഷിക്കും, അതോടൊപ്പം പോലീസ് ഈ കാര്യത്തിൽ സത്യസന്ധമായി ശാസ്ത്രീയമായി അന്വേഷണം നടത്തണമെന്ന ആവശ്യമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ളത്. കാരണം ഞങ്ങളുടെ പാർട്ടി ഒരു തരത്തിലും ബന്ധപ്പെടാത്ത ഒരു വിഷയത്തിൻ്റെ പേരിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പാർട്ടിയെ ക്രൂശിക്കുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പോലീസ് ഈ കാര്യത്തിൽ ശാസ്ത്രീയമായ അന്വേഷണം നടത്തണം. ഈ പറയുന്ന വസ്തുത ശരിയാണോ എന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. മാർച്ച് 16 മണ്ണൂർ നഗരിപ്പുറത്ത് നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കുഞ്ഞിന്റെ അമ്മയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്തിയത്. പോലീസിന് നൽകിയ മൊഴിയിൽ പാർട്ടി ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടതായാണ് യുവതി വ്യക്തമാക്കുന്നത്. കുഞ്ഞിനെ ഉപേക്ഷിച്ചതിന് യുവതിക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കുഞ്ഞ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 പാലക്കാട്. MLA PK ശശി ഉൾപ്പെട്ട വിവാദത്തിന് പിന്നാലെ വന്ന പീഡന പരാതിയിൽ പ്രതിരോധത്തിലായി CPM. പരാതി പ്രതിപക്ഷം ആയുധമാക്കി കഴിഞ്ഞു. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ യുവജന സംഘടനകൾ ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. PK ശശിക്കെതിരായ DYFI വനിതാ നേതാവിന്റെ പരാതിയിൽ നടപടിയെടുക്കാത്തതിന് പിന്നാലെയാണ് മറ്റൊരു പീഡന പരാതി CPMന് പാലക്കാട് തലവേദനയാകുന്നത്. ചെറുപ്പുളശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് യുവാവ് പീഡിപ്പിച്ചെന്ന പരാതിയിൽ ഇനിയും വ്യക്തമായ വിശദീകരണം നൽകാൻ CPMന് കഴിഞ്ഞിട്ടില്ല. ആരോപണ വിധേയനായ വ്യക്തിക്ക് പാർട്ടിയുടെയോ മറ്റ് പോഷക സംഘടനകളുടെയോ ചുമതലകളില്ല. പാർട്ടി അനുഭാവി പോലുമല്ലെന്നാണ് CPM വിശദീകരിക്കുന്നത്. അതേസമയം ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഇത്തരമൊരാൾക്ക് കയറാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെന്നാണ് ഉയരുന്ന ചോദ്യം. ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. CPM ഓഫീസുകൾ ഇപ്പോൾ ബലാത്സംഗ കേന്ദ്രങ്ങളായി മാറുന്നു എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അടുത്ത കാലത്തായി നടന്ന സംഭവങ്ങളുടെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് പാലക്കാട്. പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് യുവമോർച്ച പ്രവർത്തകർ ചെർപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. യൂത്ത് ലീഗും പ്രതിഷേധ പ്രകടനം നടത്തി. ന്യൂസ് 18 പാലക്കാട്. കോഴിക്കോട്ട് ഗ്രൂപ്പിന്റെ രഹസ്യ യോഗം. DCC പ്രസിഡന്റ് സ്ഥാനം ലഭിക്കണമെന്നാണ് ആവശ്യം. പ്രസിഡന്റ് സ്ഥാനം കിട്ടിയില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് വിട്ടുനിൽക്കാനും ഗ്രൂപ്പിൽ ആലോചനയുണ്ട്. പൊതുവെ അതൃപ്തിയാണ്. അവർ വിചാരിച്ച മാതിരി കാര്യങ്ങൾ നടക്കുന്നില്ലെങ്കിൽ തൽക്കാലം അവർ ഇലക്ഷനിൽ ഒരു നിർജീവാവസ്ഥയായിരിക്കും, പ്രവർത്തിക്കാൻ മുന്നോട്ട് വരില്ല. ഈ വയനാട് സീറ്റ് പ്രത്യേകിച്ച് ഗ്രൂപ്പിന്റെ അത് പോയി DCC പ്രസിഡന്റ് സ്ഥാനത്ത് അതിൻ്റെതായിരുന്നു. ഞാനല്ല പ്രസിഡന്റ് ആയിരുന്നേ. അന്ന് നോക്കില്ല. ഗ്രൂപ്പിന്റെ നേതൃത്വം നട്ടല്ലില്ലാത്തവരാ സംസ്ഥാന ലെവലിൽ. സംസ്ഥാന രമേശ് അയ്യ എന്ന് പറയുന്ന KC വേണുഗോപാൽ അയ്യ എന്ന് പറയുന്ന ഒരുപാട് നേതാക്കന്മാർ. പക്ഷെ അവിടെ ഒറ്റ ഉമ്മൻചാണ്ടിയെ സഹിച്ചത്. ഉമ്മൻചാണ്ടി പിടിച്ചെടുത്ത് കാര്യങ്ങൾ നടന്നുള്ളതാണ് എന്നോർപ്പ് തന്നെയല്ലേ. ഇക്കാരൊക്കെ അപമാനിതരായി കഴിഞ്ഞൂടെ. ഇപ്പോൾ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. ഇപ്പോൾ ഗ്രൂപ്പ് ജില്ലാ നേതാക്കളൊക്കെ അവരുടെ അതൃപ്തി പരസ്യമായി പറയാൻ തയ്യാറാകുന്നു എന്നതാണ് സനോജ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സിദ്ദിഖ് വയനാട്ടിലേക്ക് മത്സരരംഗത്തേക്ക് പോകുമ്പോൾ ഒഴിവ് വരുന്ന DCC പ്രസിഡന്റ് സ്ഥാനം ഗ്രൂപ്പ് നേടണം. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വയനാട് നഷ്ടമായതിലും കൂടിയുള്ള വലിയ അതൃപ്തിയാണോ നേതാക്കൾ പങ്കുവെക്കുന്നത്?
തീർച്ചയായിട്ടും ശരത് അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഐ ഗ്രൂപ്പിൻ്റെ കയ്യിലായിരുന്നു കാലങ്ങളായി വയനാട് സീറ്റ് ഉണ്ടായിരുന്നത്. എന്നാൽ വയനാട് സീറ്റ് ഇപ്പോൾ ടി സിദ്ദിഖ്, എ ഗ്രൂപ്പ് വിഭാഗത്തിൽപ്പെട്ട ടി സിദ്ദിഖിനായി ഉമ്മൻചാണ്ടി ഏറ്റെടുത്ത് നൽകിയെന്ന ഒരു വികാരമാണ് ഐ ഗ്രൂപ്പ് നേതാക്കൾക്കിടയിലുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ DCC പ്രസിഡന്റ് സ്ഥാനം, നിലവിൽ DCC പ്രസിഡന്റ് ഒഴിവാണ്. സിദ്ദിഖ് വയനാട്ടിലേക്ക് മത്സരിക്കാൻ പോയതോടുകൂടി കോഴിക്കോട് DCC പ്രസിഡന്റ് സ്ഥാനം ഒഴിവുണ്ട്. അതുകൊണ്ട് ആ DCC പ്രസിഡന്റ് സ്ഥാനം തീർച്ചയായും ഐ ഗ്രൂപ്പിന് ലഭിക്കണമെന്ന ആവശ്യമാണ് നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള ഐ ഗ്രൂപ്പിൻ്റെ സംസ്ഥാന നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് മുൻ DCC പ്രസിഡന്റ് കൂടിയായ ബീരാൻകുട്ടി അല്പം മുമ്പ് മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ പങ്കുവച്ചത്. കാരണം രമേശ് ചെന്നിത്തല നട്ടലില്ലാത്ത നേതാവാണ്, കാര്യങ്ങൾ നടത്തിയത് മുഴുവൻ ഉമ്മൻചാണ്ടിയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഐ ഗ്രൂപ്പിൻ്റെ വയനാട് സീറ്റ് പോലും നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മുൻപ് താൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അന്ന് DCC പ്രസിഡന്റ് ആയിരുന്നു. ആ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച ശേഷമാണ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഇതിനുശേഷമാണ് പിന്നീട് എ ഗ്രൂപ്പിലേക്ക് ഈ DCC പ്രസിഡന്റ് സ്ഥാനം പോയത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഈ സ്ഥാനം തിരികെ ലഭിക്കണമെന്ന ആവശ്യമാണ് അവർ പങ്കുവയ്ക്കുന്നത്. KPCC സനോജ്, അക്കാര്യത്തിൽ ഐ ഗ്രൂപ്പ് നേതാക്കൾ ഗ്രൂപ്പ് യോഗം ചേർന്നോ? തീർച്ചയായിട്ടും ഇപ്പോൾ എനിക്ക് പിന്നിലായി കാണുന്ന ഈ ഹാളിലുള്ള, അതായത് ബോയ്സ് ഹോസ്റ്റലിലാണ്, ഗവൺമെൻറ് ബോയ്സ് ഹോസ്റ്റലിൽ ഇപ്പോൾ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 30ഓളം നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. ജില്ലയിലെ പ്രധാനപ്പെട്ട ഐ ഗ്രൂപ്പ് നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. സനോജ് സുരേന്ദ്രനാണ് നൽകിയത്. കോഴിക്കോട്ട് DCC പ്രസിഡന്റ് സ്ഥാനം ആവശ്യപ്പെട്ട് ഐ ഗ്രൂപ്പിന്റെ യോഗം ഇപ്പോൾ ചേരുകയാണ്. വിവരങ്ങളാണ് സനോജ് നൽകിയത്. തെരഞ്ഞെടുപ്പ് വേദികളിൽ പരസ്പരം BJP ബന്ധം ആരോപിച്ച് LDFും UDFും ഇടതുമുന്നണിയെ പരാജയപ്പെടുത്താൻ കോലി ബി സഖ്യം ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. BJPയും CPMും തമ്മിലാണ് ധാരണയെന്നാണ് കോൺഗ്രസിന്റെ മറുപടി. വടകരയിലെ തോൽവിയെ ഭയന്നാണ് CPM ആരോപണം ഉന്നയിക്കുന്നതെന്ന് BJPയും വിശദീകരിക്കുന്നു. BJPയുമായി ബന്ധം ആർക്ക് എന്ന കാര്യത്തിലാണ് LDFും UDFും തമ്മിലുള്ള തർക്കം. 5 സീറ്റുകളിൽ BJP ദുർബല സ്ഥാനാർത്ഥികളെ ഇറക്കുമെന്നും അത് കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയാണെന്നുള്ള ആരോപണവുമായി ആദ്യമെത്തിയത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് ആവർത്തിച്ചു. 4 വോട്ടിന് വേണ്ടി അവരിങ്ങ് പോരട്ടെ എന്ന് വിചാരിക്കാനല്ല. ഇതാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസും ലീഗും UDFും സ്വീകരിക്കുന്നത്. ഇത് നാടിനിപ്പോ മനസ്സിലായിട്ടുണ്ട്. ഏതൊക്കെ മണ്ഡലങ്ങളിൽ എങ്ങനെയൊക്കെ കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് ഇപ്പോൾ ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. അതേ നാണയത്തിൽ തിരിച്ചടിച്ച് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, യഥാർത്ഥത്തിൽ കേരളത്തിൽ BJPയും CPMും ചേർന്ന് UDFന്റെ സീറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുകയാണ്. അത് കേരളത്തിൽ നടക്കില്ല. 1 ലക്ഷം വോട്ട് പോലും ഇല്ലാത്തിടത്ത് BJP എങ്ങനെ ശക്തനായ സ്ഥാനാർത്ഥി നിർത്തുമെന്നായിരുന്നു വടകരയിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരന്റെ ചോദ്യം. CPMന്റെ ആരോപണം പരാജയഭീതി മൂലമാണെന്ന് BJP നേതാവ് K സുരേന്ദ്രനും പറഞ്ഞു. CPM ഇത്തരം മുൻകൂർ ജാമ്യം എടുക്കുന്നത് അവരുടെ പരാജയം അവർ ആദ്യമേ തന്നെ കാണുന്നു എന്നുള്ളത് കൊണ്ടാണ്. വടകരയിൽ കോലി ബി സഖ്യം എന്ന ആരോപണം സംസ്ഥാന വ്യാപകമായി ഉപയോഗിക്കാനാണ് ഇടതു തീരുമാനം. ശക്തമായി പ്രതിരോധിക്കാൻ കോൺഗ്രസും തയ്യാറെടുത്തു കഴിഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. BJPയുടെ കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഔദ്യോഗിക പ്രഖ്യാപനം അനിശ്ചിതമായി വൈകുകയാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ ചുമതലക്കാരുടെ യോഗം ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ ചേരും. കേരളത്തിലെ പട്ടിക ഇന്നെങ്കിലും പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷയിലാണ് പ്രവർത്തകർ. ഇന്നലെ ചേർന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിനു ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ദേശീയ അധ്യക്ഷൻ അമിത്ഷായും പങ്കെടുത്ത യോഗം രാത്രി വൈകിയാണ് സമാപിച്ചത്. ഇതുവരെ പ്രഖ്യാപനം മാത്രം ഉണ്ടായില്ല. ഹോളി ആഘോഷമായതിനാൽ ഇന്ന് പ്രഖ്യാപനമുണ്ടാകുമോ എന്ന് വ്യക്തമല്ല. ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന 91 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം കേരളത്തിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. കേരളത്തിൽ 14 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിക്കുക. എന്നാൽ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച അനിശ്ചിതത്വം അവസാനിച്ചിട്ടില്ല. കൊല്ലത്ത് ടോം വടക്കൻ മത്സരിക്കുമെന്നാണ് സൂചന. അതേസമയം സ്ഥാനാർത്ഥിയാകാൻ സുരേഷ് ഗോപിയെ കേന്ദ്ര നേതൃത്വം വീണ്ടും സമീപിച്ചതായി വിവരമുണ്ട്. മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന് സുരേഷ് ഗോപി അറിയിച്ചതായാണ് സൂചന. RSSന്റെ സമ്മർദ്ദവും അണികളുടെ വികാരവും കണക്കിലെടുത്ത് K സുരേന്ദ്രൻ പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാകും. PS ശ്രീധരൻപിള്ള മത്സരിച്ചേക്കില്ല. പ്രചാരണ ചുമതല ഏറ്റെടുത്ത് മാറി നിൽക്കാൻ ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയതായാണ് വിവരം. പാലക്കാടില്ലെങ്കിൽ മത്സരത്തിനില്ലെന്നറിയിച്ച ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ പോരാട്ടത്തിനിറങ്ങും. എറണാകുളത്ത് അൽഫോൺസ് കണ്ണന്താനം ജനവിധി തേടും. ചാലക്കുടി AN രാധാകൃഷ്ണൻ, പാലക്കാട് C കൃഷ്ണകുമാർ, പൊന്നാനി VT രമ, മലപ്പുറം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, കോഴിക്കോട് VK പ്രകാശ് ബാബു, വടകര CK സജീവൻ, കണ്ണൂർ CK പത്മനാഭൻ, കാസർഗോഡ് രവീഷ തന്ത്രിക്കുണ്ടാർ എന്നിങ്ങനെയാണ് സാധ്യത. ന്യൂസ് 18 ഡൽഹി.
ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുന്നത് സംബന്ധിച്ച് ബി.ജെ.പിയിൽ ആശയക്കുഴപ്പം. ശബരിമല ചർച്ചയാകുന്നത് തങ്ങളെക്കാൾ യു.ഡി.എഫിന് നേട്ടമാകുമോ എന്നതാണ് ബി.ജെ.പിയുടെ ആശങ്ക. ജനവിധി നിർണ്ണയിക്കുന്നതിൽ ശബരിമല ഘടകമാകുമെന്ന് പറയുന്ന സർവേകൾ വൻ യു.ഡി.എഫ് മുന്നേറ്റം പ്രവചിക്കുന്നതും ബി.ജെ.പി ക്യാമ്പിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനു വേണ്ടി ബി.ജെ.പി കാത്തുവച്ച വജ്രായുധമാണ് ശബരിമല വിഷയം. ഹിന്ദു സമുദായ സംഘടനകളെ സമരരംഗത്ത് ഒപ്പം നിർത്താൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പ് നേട്ടമാകുമെന്ന് ബി.ജെ.പി കരുതി. മോഡി വിരുദ്ധ പ്രചാരണങ്ങളെ ശബരിമല വിഷയം കൊണ്ട് തടഞ്ഞു നിർത്തുകയായിരുന്നു തന്ത്രം. എന്നാൽ പ്രചാരണം ആരംഭിച്ചതോടെ ശബരിമലയും സ്ത്രീ പ്രവേശനവുമല്ല, മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ചയാകുന്നത്. ശബരിമലയെ മുൻനിർത്തി പ്രചാരണം നടത്താനൊരുങ്ങിയ ബി.ജെ.പിക്ക് ഇതുണ്ടാക്കുന്ന ആശങ്ക ചെറുതല്ല. ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയം 5 വർഷക്കാലത്തെ NDA ഭരണത്തിന്റെ നേട്ടങ്ങൾ തന്നെയാണ്. അതോടൊപ്പം ശബരിമല വിഷയം ആരെങ്കിലും ഉയർത്തിക്കൊണ്ട് വരുന്നെങ്കിൽ അത് ചർച്ച ചെയ്യാൻ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. അതുകൊണ്ട് എന്തായാലും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, കാണാനും കേൾക്കാനും ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകും. അത് ഏത് വിഷയം ചർച്ച ചെയ്താലും ബി.ജെ.പി അതിനോട് പ്രതികരിക്കാൻ തയ്യാറാണ്. ശബരിമല രാഷ്ട്രീയത്തിന്റെ ഗുണഭോക്താവ് യു.ഡി.എഫ് ആകുമോ എന്ന ആശയക്കുഴപ്പം ബി.ജെ.പിയിൽ ശക്തമാണ്. അക്രമസമരങ്ങൾ ഇഷ്ടമില്ലാത്ത വിശ്വാസികൾ യു.ഡി.എഫിന് അനുകൂലമായി ചിന്തിക്കുമോ എന്ന് ബി.ജെ.പിക്ക് ആശങ്കയുണ്ട്. ശബരിമല വിഷയം ജനവിധി നിർണ്ണയിക്കുന്നതിൽ ഘടകമാകുമെന്ന് പ്രവചിക്കുന്ന പല സർവേകളും യു.ഡി.എഫിന് വൻ മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. ഇതും ബി.ജെ.പി ക്യാമ്പിൽ ആശയക്കുഴപ്പം വർദ്ധിപ്പിക്കുന്നു. ശബരിമല വിഷയം മുഖ്യ ചർച്ചയാക്കുന്നതിലൂടെ ഉത്തരേന്ത്യൻ മോഡലിൽ ജാതി മത രാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ വോട്ട് വാങ്ങാൻ തന്നെയാണ് ബി.ജെ.പി കേരളത്തിൽ ലക്ഷ്യമിട്ടത്. പക്ഷേ സംസ്ഥാനത്തെ ഇപ്പോഴത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ ശബരിമല വിഷയം ചർച്ചയാവുന്നത് തങ്ങളെക്കാൾ യു.ഡി.എഫിനായിരിക്കും നേട്ടമുണ്ടാവുക എന്നതാണ് ബി.ജെ.പിയെ ആശങ്കപ്പെടുത്തുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ടി.ജി. സജിത്ത്, ന്യൂസ് 8. ഓച്ചിറയിൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ സുരേഷ് ഗോപി എം.പിയുടെ കുത്തിയിരിപ്പ് പ്രതിഷേധം. കരുനാഗപ്പള്ളി സിഐയുടെ നേതൃത്വത്തിൽ പോലീസെത്തി അന്വേഷണ പുരോഗതി വിശദീകരിച്ചു. വിശദീകരണം തൃപ്തികരമല്ലെന്നാണ് സുരേഷ് ഗോപിയുടെ നിലപാട്. അതേസമയം പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ബംഗളൂരുവിൽ പോലീസ് തുടരുകയാണ്. രാവിലെ 11 മണിയോടെയാണ് സുരേഷ് ഗോപി രാജസ്ഥാൻ സ്വദേശിയായ പെൺകുട്ടിയുടെ ഓച്ചിറയിലെ വീട് സന്ദർശിച്ചത്. ബി.ജെ.പി ജില്ലാ നേതാക്കൾക്കൊപ്പം എത്തിയ സുരേഷ് ഗോപി പെൺകുട്ടിയുടെ മാതാപിതാക്കളോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി 2 ദിവസം പിന്നിട്ടും പോലീസ് അനാസ്ഥ തുടരുകയാണെന്നാരോപിച്ച് സുരേഷ് ഗോപി വീട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കരുനാഗപ്പള്ളി സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസെത്തി അന്വേഷണ പുരോഗതി ബോധ്യപ്പെടുത്തി. എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അയച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന് സുരേഷ് ഗോപി കുറ്റപ്പെടുത്തി. കാര്യങ്ങൾ അറിയാൻ ചോദിച്ചാൽ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റുന്ന ആരെങ്കിലും അയക്കാൻ പറഞ്ഞപ്പോൾ ആ വന്ന ഉദ്യോഗസ്ഥൻ ഇലക്ഷൻ പ്രമാണിച്ച് ട്രാൻസ്ഫറിൽ വന്നിരിക്കുന്ന ഈ വിഷയം അറിഞ്ഞുകൂടാത്ത ഒരു ഉദ്യോഗസ്ഥനാണ്. കേസിലെ പ്രധാന പ്രതി റോഷനെ സഹായിച്ച 3ാമത്തെ പ്രതിയെ കൂടി പോലീസ് ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ പ്യാരിയാണ് അറസ്റ്റിലായത്. പോലീസിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് മഹിളാ കോൺഗ്രസ് ഓച്ചിറ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ന്യൂസ് 18 കൊല്ലം. തിരുവല്ലയിൽ പെൺകുട്ടിയെ തീകൊളുത്തിയ കേസിൽ പ്രതിക്കെതിരെ കൊലക്കുറ്റം ചുമത്തി. പെൺകുട്ടിയുടെ മൃതദേഹം അല്പസമയത്തിനുള്ളിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ചെയ്യും. തിരുവല്ല സിഐയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോയത്. പ്രതിക്കെതിരെ വധശ്രമത്തിനാണ് ആദ്യം കേസെടുത്തതെങ്കിലും പെൺകുട്ടി മരിച്ചതിനാൽ കൊലക്കുറ്റം ചുമത്തിയതായി പോലീസ് അറിയിച്ചു. വധശ്രമത്തിന് തന്നെയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. മരണത്തെ തുടർന്ന് അത് കൊലപാതക കേസായിട്ട് സെക്ഷൻ മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 12-നാണ് പ്രണയാഭ്യർത്ഥന നിരസിച്ചതിനെ തുടർന്ന് യുവാവ് പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. കത്തി ഉപയോഗിച്ച് കുത്തിയ ശേഷമായിരുന്നു തീ കൊളുത്തിയത്. ഗുരുതരമായി പൊള്ളലേറ്റ യുവതിയെ തിരുവല്ലയിലെ മെഡിക്കൽ കോളേജിലേക്കും അവിടെ നിന്നും എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്കും കൊണ്ടുപോവുകയായിരുന്നു. പ്രതി അജിൻ റെജി മാത്യു റിമാൻഡിലാണ്. ഇന്നലെ വൈകിട്ടാണ് പെൺകുട്ടി മരിച്ചത്. ന്യൂസ് 18 കൊച്ചി. നടിയെ ആക്രമിച്ച കേസിന്റെ പ്രാഥമിക വിചാരണ അടുത്ത മാസം 5-ന് ആരംഭിക്കും. ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ പ്രതികളായ നടൻ ദിലീപ്, ചാർലി എന്നിവർ ഒഴികെ 8 പ്രതികൾ ഹാജരായി. ദിലീപ്, ചാർലി എന്നിവർ അവധിക്ക് അപേക്ഷ നൽകി. 2017 ഫെബ്രുവരി 17-ന് യുവനടി തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ആക്രമിക്കപ്പെട്ടത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം പ്രത്യേക കോടതിയാണ് വിചാരണ നടത്തുന്നത്. ഒളിമ്പ്യൻ മേഴ്സിക്കുട്ടൻ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റാവും. കൌൺസിൽ തലപ്പത്ത് കായികതാരം വേണമെന്ന കായികമന്ത്രി ഇ പി ജയരാജന്റെ നിലപാട് CPM നേതൃത്വം അംഗീകരിച്ചു. അടുത്ത തിങ്കളാഴ്ചയാണ് തെരഞ്ഞെടുപ്പ്. TP ദാസൻ പ്രസിഡന്റായ നിലവിലെ ഭരണസമിതിയിൽ മേഴ്സിക്കുട്ടൻ വൈസ് പ്രസിഡന്റാണ്. കണ്ണൂരിൽ നിന്നുള്ള OK ബിനീഷ് വൈസ് പ്രസിഡന്റാകുമെന്നാണ് സൂചന. മദ്യ വ്യവസായിയും കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റുമായ സുനിൽകുമാർ ഇന്ത്യൻ ഫുട്ബോൾ ടീം
മുൻ നായകൻ IM വിജയൻ എന്നിവരടക്കം 9 പേർ പുതിയ ഭരണസമിതിയിലെത്തും. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് അടുത്ത മാസം 1-നും ഭരണസമിതി തെരഞ്ഞെടുപ്പ് 8-നും നടക്കും. ജമ്മു കശ്മീരിലെ സോപ്പോറിൽ CRPF ക്യാമ്പിന് നേരെ ഭീകരരുടെ ഗ്രനേഡ് ആക്രമണം. നിയന്ത്രണ രേഖയിൽ വെടിനിർത്തൽ ലംഘിച്ച് പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യൻ സൈനികൻ വീരമൃത്യു വരിച്ചു. ഇന്ത്യയിൽ ഇനിയൊരു ഭീകരാക്രമണം ഉണ്ടായാൽ സ്ഥിതി അതീവ ഗുരുതരമാകുമെന്ന് അമേരിക്ക പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. കശ്മീരിൽ 24 മണിക്കൂറിൽ 3 ഭീകരാക്രമണമുണ്ടായി. ബാരാമുള്ളയിൽ സൈനിക സംഘത്തിനും പോലീസിനും നേരെ ഭീകരർ വെടിയുതിർത്തു. 3 പോലീസുകാർക്ക് ഗുരുതരമായി പരുക്കേറ്റു. സോപ്പോറിൽ CRPF ക്യാമ്പിനു നേരെ ഭീകരർ ഗ്രനേഡ് എറിഞ്ഞു. 2 സൈനികർക്ക് പരുക്കേറ്റു. അല്പവ്യത്യാസത്തിൽ വൻ അപകടം ഒഴിവായി. ഭീകരർക്കായി വ്യാപക തെരച്ചിൽ തുടങ്ങി. ബന്ദിപ്പുരയിലെ മിർമൊഹല്ലയിലും ഭീകരരും സൈന്യവും ഏറ്റുമുട്ടി. അതിർത്തിയിൽ പാകിസ്ഥാൻ വീണ്ടും വെടിനിർത്തൽ ലംഘിച്ചു. ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ ആക്രമണം നടത്തി. 1 ജവാൻ വീരമൃത്യു വരിച്ചു. 2 പേർക്ക് പരുക്കുണ്ട്. അതിനിടെ ഇന്ത്യയിൽ ഇനി ഭീകരാക്രമണമുണ്ടായാൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകി. ഭീകരർക്കെതിരെ ഉറച്ച നടപടികൾ പാകിസ്ഥാൻ സ്വീകരിക്കണം. മേഖലയിൽ സമാധാനം നിലനിർത്തണമെങ്കിൽ ജയ്ഷെ മുഹമ്മദിനും ലഷ്കർ എ തോയ്ബയ്ക്കുമെതിരെ പാകിസ്ഥാൻ കർശന നടപടി സ്വീകരിക്കണമെന്നും ട്രംപ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വ്യാജ രേഖാ വിവാദത്തിൽ എറണാകുളം അങ്കമാലി രൂപത അടിയന്തര വൈദിക സമിതി യോഗം വിളിച്ചു. ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് യോഗം. ബിഷപ്പ് ജേക്കബ് മനത്തോടത്തും തേലക്കാടും പ്രതിയായതിൽ ഗൂഢാലോചനയുണ്ടെന്ന് വൈദികർ പരാതി നൽകിയ വൈദികന്റെ നടപടി ദുരൂഹമാണെന്ന് വൈദികരുടെ പരാതി യോഗം ചർച്ച ചെയ്യും. മെത്രാനെതിരെ പരാതി നൽകിയത് കാനോനിക നിയമത്തിന്റെ ലംഘനമെന്നും പരാതിക്കാരനായ ഫാദർ ജോബി മക്രപ്പാക്കലിനെ പുറത്താക്കണം എന്ന വൈദികരുടെ ആവശ്യവും യോഗം ചർച്ച ചെയ്യും. ന്യൂസിലൻഡിലെ ക്രൈസ്റ്റ് ചർച്ചിലുണ്ടായ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട മലയാളിയായ അൻസി അലിബാവയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. എംബാമിംഗ്, വിസ റദ്ദാക്കൽ തുടങ്ങിയ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം 2 ദിവസത്തിനുള്ളിൽ നാട്ടിലെത്തിക്കും. വെടിവെപ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് യന്ത്രത്തോക്കുകൾ നിരോധിക്കാൻ ന്യൂസിലൻഡ് സർക്കാർ തീരുമാനിച്ചു. ഫോറൻസിക് പരിശോധനയടക്കമുള്ള നടപടികൾ പൂർത്തിയാക്കി ഇന്ന് രാവിലെയാണ് ആൻസി അലിബാബയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത്. ഭർത്താവ് അബ്ദുൽ നാസറും ബന്ധു ഫഹദ് ഇസ്മായിലും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. മൃതദേഹം ഇപ്പോൾ ഫ്യൂണറൽ ഹോമിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. വിസ റദ്ദാക്കുന്നതടക്കമുള്ള നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്ന് ന്യൂസിലാൻഡിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അറിയിച്ചു. വെടിവയ്പിൽ ജീവൻ നഷ്ടമായ മറ്റ് 4 ഇന്ത്യക്കാരുടെയും മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം അറിയിച്ചു. അതേസമയം വെടിവയ്പിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് യന്ത്രത്തോക്കുകൾ നിരോധിക്കാൻ ന്യൂസിലൻഡ് സർക്കാർ തീരുമാനിച്ചു. സൈനികർ ഉപയോഗിക്കുന്ന വിധത്തിലുള്ള സെമി ഓട്ടോമാറ്റിക് തോക്കുകളോ ആയുധങ്ങളോ ഇനി മുതൽ വ്യക്തികൾക്ക് നൽകില്ലെന്ന് ഉത്തരവിൽ പറയുന്നു. രാജ്യത്ത് തോക്കുകളുടെ ഉപയോഗത്തിന് കർശന നിയന്ത്രണങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി ജസീന്ത ആർഡേൺ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സൗദി അറേബ്യയിൽ മരിച്ച യുവാവിന്റെ മൃതദേഹത്തിന് പകരം നാട്ടിലെത്തിച്ചത് ശ്രീലങ്കക്കാരിയുടെ മൃതദേഹം. പത്തനംതിട്ട കോന്നി സ്വദേശി റഫീഖിന്റെ മൃതദേഹത്തിന് പകരമാണ് ശ്രീലങ്കൻ യുവതിയുടെ മൃതദേഹം എത്തിച്ചത്. തുടർന്ന് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. സൗദി അറേബ്യയിൽ മരിച്ച കോന്നി കുമ്മണ്ണൂർ ഈട്ടിമൂട്ടിൽ റഫീഖിന്റെ മൃതദേഹം ഇന്നലെ വൈകുന്നേരമാണ് വീട്ടിലെത്തിച്ചത്. സംസ്കാര ചടങ്ങുകൾക്കായി മൃതദേഹം പുറത്തെടുത്തപ്പോഴാണ് മാറിപ്പോയ കാര്യം അറിയുന്നത്. പകരം ശ്രീലങ്കക്കാരിയായ യുവതിയുടെ മൃതദേഹമായിരുന്നു പെട്ടിയിൽ. എംബാമിംഗ് സമയത്ത് മാറിപ്പോയതാകാമെന്നാണ് നിഗമനം. എന്നാൽ ബന്ധുക്കളോ അടുത്ത സുഹൃത്തുക്കളോ നേരിട്ടെത്തി ബോധ്യപ്പെട്ട ശേഷമാണ് എംബാമിംഗ് സെന്ററിൽ നിന്നും മൃതദേഹം അയക്കുക. സൗദി എയർലൈൻസിന്റെ വിമാനത്തിലാണ് മൃതദേഹം കൊണ്ടുവന്നത്. ബന്ധുക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. യുവതിയുടെ മൃതദേഹം തിരിച്ചയക്കാനും റഫീഖിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാനും ശ്രമം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. സർക്കാർ തലത്തിൽ ഇടപെടൽ നടത്തിയെങ്കിൽ മാത്രമേ നടപടികൾ വേഗത്തിലാക്കാൻ കഴിയൂവെന്നും പോലീസ് വ്യക്തമാക്കി. ഡ്രൈവറായിരുന്ന റഫീഖ് കഴിഞ്ഞ മാസം 27-നാണ് സൗദിയിൽ വെച്ച് മരിച്ചത്. ന്യൂസ് 18 പത്തനംതിട്ട. വാഹന പരിശോധനയ്ക്കിടെ SIയെ ബൈക്കിടിച്ച സംഭവത്തിൽ പ്രതിയെ രക്ഷിക്കാനുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ശ്രമം പൊളിയുകയാണ്. പോലീസിനെ കണ്ട് ബൈക്ക് വെട്ടിക്കുന്നതിനിടെ SIയെ ഇടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ ന്യൂസ് 18നോട് പറഞ്ഞു. SIയിൽ നിന്നും പ്രതിയിൽ നിന്നും ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ ഇളങ്കോ മൊഴിയെടുത്തു. മറഞ്ഞുനിന്ന പോലീസ് പെട്ടെന്ന് ബൈക്കിന് മുന്നിലേക്ക് ചാടുകയായിരുന്നുവെന്നാണ് വാഹനം ഓടിച്ചിരുന്ന പ്രവീണിന്റെ മൊഴി. നിർത്തിയ ബൈക്കിന് പിന്നിൽ SI ശൈലേന്ദ്ര പ്രസാദ് പിടിച്ചുവെന്നും പിന്നീട് റോഡിലേക്ക് വീഴുകയായിരുന്നുവെന്നുമാണ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ റിപ്പോർട്ടിൽ ഉള്ളത്. എന്നാൽ ഇത് പാടെ തള്ളുന്നതാണ് ദൃക്സാക്ഷി മൊഴി. അതിവേഗത്തിലെത്തിയ ബൈക്ക് പോലീസിനെ കണ്ട് വെട്ടിക്കുന്നതിനിടെ SIയെ ഇടിക്കുകയായിരുന്നുവെന്ന്
ദൃക്സാക്ഷികൾ പറഞ്ഞു. സംഭവസ്ഥലത്ത് പോലീസ് പ്രവീണിനെ മർദ്ദിച്ചിട്ടില്ല. കണ്ടുകൊണ്ട് തിരിഞ്ഞതാണ്. ശരിക്കും കൊച്ചു പയ്യൻ വരണം, അവർക്ക് ലൈസൻസ് ഇല്ലാത്തതിനെ കൊണ്ട് പറ്റിയതാണ് തോന്നുന്നത്. നിർത്തിയിട്ടിരുന്ന ഓട്ടോയുടെ മറവിൽ നിന്ന് പോലീസ് പെട്ടെന്ന് ബൈക്കിനു മുന്നിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് വാഹനമോടിച്ചിരുന്ന പ്രവീണിന്റെ വിശദീകരണം. പോലീസുകാർ മർദ്ദിക്കുകയും ചെയ്തു. ഓട്ടോ ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു സാറ് വണ്ടിയുടെ ബാക്കിൽ നിന്ന് ചാടി വീണു. സാറിൻ്റെ കൈ വന്ന് എൻ്റെ ആക്സിലേറ്റർ കൈൻ്റെ മുകളിലിരുന്നു. അപ്പോൾ എനിക്ക് ആക്സിലേറ്റർ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. ആക്സിലേറ്റർ തിരിഞ്ഞു. അപ്പം ഞാൻ സാറുമായിട്ടൊന്ന് വീണു, സ്കിഡായി വീണു. കണ്ടുവന്ന വേറൊരു സാറുണ്ടായിരുന്നു. അയാൾ വന്നിട്ട് എന്നെ ഒരുപാട് തല്ലുകയും അടിക്കുകയാണ് ചെയ്തത്. പ്രവീണിന് ലൈസൻസ് ഇല്ല. പ്രതിയെ മോചിപ്പിക്കാൻ പൂന്തുറ സ്റ്റേഷൻ ഉപരോധിച്ച 15 CPM DYFI പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. SI ശൈലേന്ദ്ര പ്രസാദ്, പ്രതി പ്രവീൺ എന്നിവരിൽ നിന്ന് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ ഇളങ്കോ മൊഴിയെടുത്തു. പയ്യൻ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് അന്വേഷണം അവസാനത്തിൽ ഞാൻ കമ്മീഷണറോട് തന്നെ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഞാൻ ക്രോസ് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഡോക്ടറോടും മറ്റു സാക്ഷികളും എല്ലാം ചോദിച്ചിട്ടാണ് ഞങ്ങൾ ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് വരാൻ പറ്റും. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി കൂടുതൽ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേരിട്ട് മേൽനോട്ടം വഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ധർമ്മടം മണ്ഡലത്തിൽ വിവിധ കുടുംബ സംഗമങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസം കൂടി കണ്ണൂർ കേന്ദ്രീകരിച്ചായിരിക്കും മുഖ്യമന്ത്രി പ്രവർത്തിക്കുക. മുഖ്യമന്ത്രിയുടെ കുടുംബസംഗമങ്ങളുടെ 3ാം ഘട്ടമാണ് കുഴുമ്പിലോടിൽ ആരംഭിച്ചത്. ആദ്യ 2 ഘട്ടങ്ങളിലും സർക്കാരിന്റെ വികസന നേട്ടങ്ങൾക്കാണ് ഊന്നൽ നൽകിയതെങ്കിൽ 3ാം ഘട്ടത്തിൽ BJPയെയും കോൺഗ്രസിനെയും ഒരുപോലെ വിമർശിച്ചായിരുന്നു പ്രസംഗം. കോൺഗ്രസ് എന്നത് BJPയിലേക്കുള്ള നേതാക്കളെയും അണികളെയും റിക്രൂട്ട് ചെയ്യുന്നൊരു കേന്ദ്രമായി മാറി. ഇവിടെയുള്ള ചില കോൺഗ്രസ് നേതാക്കൾ RSSനെ ഏതെങ്കിലും ഘട്ടത്തിൽ വിമർശിച്ചാൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? പ്രധാനികൾ, നമ്മൾ സാധാരണ പ്രാദേശിക ആളുകളിൽ നിന്ന് എടുക്കണ്ട, പ്രധാനികളെ മനസ്സിൽ നിന്ന് കണ്ടുവെക്കുന്നു. വലിയ വലിയ പ്രധാനിമാർ, ഒരു പ്രാമാണികനായ നേതാവ്, കോൺഗ്രസിന്റെ നേതാവ് അപ്പുറം എത്തി. എവിടെ? BJP ആയി. BJPയിലേക്ക് നേതാക്കളെയും അണികളെയും റിക്രൂട്ട് ചെയ്യുന്നത് കോൺഗ്രസിൽ നിന്നാണ്. ഇവിടുത്തെ ഒരു കോൺഗ്രസ് നേതാവ് BJPയിൽ ചേർന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നു. വ്യത്യസ്തമായ ഒരു ബദൽ നാടിനു മുന്നിൽ അവതരിപ്പിക്കാൻ ഇടതുപക്ഷത്തിനെ കഴിയൂ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മനു ഭരത്, ന്യൂസ് 18 കണ്ണൂർ. വൈ ഐ ആം എ ഹിന്ദു എന്ന പുസ്തകത്തിന്റെ ചിത്രം പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയതിൽ വിശദീകരണവുമായി ശശി തരൂർ. പുസ്തകം സ്വകാര്യ സ്വത്താണെന്നും പരാതിക്ക് ഇടയാക്കിയ പോസ്റ്ററിൽ വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ലെന്നുമാണ് വാദം. ശബരിമല കർമ്മസമിതിയുടെ പേരിൽ വിതരണം ചെയ്ത നോട്ടീസിനെതിരെ ശശി തരൂരും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ശശി തരൂരിന്റെ ഈ പോസ്റ്ററുകളാണ് BJP വിവാദമാക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ഹിന്ദുവാണ് എന്ന പുസ്തകത്തിന്റെ അടക്കം പുറംചട്ട ഉൾപ്പെടുത്തിയതാണ് പോസ്റ്റർ. എന്നാൽ ചുവരെഴുത്തിന് സ്ഥലം പിടിക്കാൻ ജനുവരിയിൽ പതിച്ചതാണ് പോസ്റ്റർ എന്നാണ് വിശദീകരണം. പോസ്റ്ററിൽ പുസ്തകത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തിയതിൽ തെറ്റില്ല. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ചിത്രം വെച്ച് പോസ്റ്റർ അടിക്കാൻ BJPക്ക് എന്തവകാശമാണുള്ളതെന്നും തരൂർ ചോദിച്ചു. ഒരു 10-12 പുസ്തകങ്ങളുടെ പടം വെച്ചിട്ട് എന്റെ മുഖം വെച്ചിട്ട് ഒരു പോസ്റ്റർ ഇറക്കി. അതിലത്തെ ഒന്നാണ് വൈ ഐ ആം എ ഹിന്ദു. അത് പബ്ലിഷ് ചെയ്തത് ജാനുവരി 2018. അപ്പോൾ ഇത് ഇലക്ഷനെ ബന്ധപ്പെട്ടത് എങ്ങനെയായിരിക്കും? അതുമാത്രമല്ല, ഈ പോസ്റ്ററിൽ ശശി തരൂരിന് വോട്ട് എടുക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ, വിജയിപ്പിക്കുക പറഞ്ഞിട്ടില്ലേ, സ്വാഗതം കൂടി പറഞ്ഞു. പുസ്തകത്തിന്റെ ചിത്രം ഉൾപ്പെടുത്തി ഹിന്ദു വോട്ടുകളെ സ്വാധീനിക്കാനാണ് ശ്രമമെന്ന് BJP ആരോപിക്കുന്നു. 10,000-കണക്കിന് പോസ്റ്റർ തിരുവനന്തപുരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് അദ്ദേഹം ഒട്ടിച്ചു കഴിഞ്ഞു. ഇത് വളരെ വ്യക്തമായി തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണ്. BJP നൽകിയ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പരിഗണനയിലാണ്. പരാതി ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. പരാതി അത് ഈ പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണോ ഇല്ലയോ എന്ന് ഈ റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം മാത്രമേ ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കൂ. ശബരിമല കർമ്മസമിതിയുടെ പേരിൽ മണ്ഡലത്തിൽ പ്രചരിക്കുന്ന നോട്ടീസിനെതിരെയും തരൂർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയെ പ്രിയങ്ക ഗാന്ധി അപമാനിച്ചുവെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി. പ്രിയങ്ക അണിഞ്ഞ മാലയാണ് ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ പ്രതിമയിൽ ചാർത്തിയത്. കൈയടിച്ച് കൈവീശി ശാസ്ത്രിയെ അപമാനിച്ചാണ് പ്രിയങ്ക മടങ്ങിയതെന്നും സ്മൃതി ഇറാനി ട്വിറ്ററിൽ വിമർശിച്ചു. ശബരിമല ഉത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധമായ പമ്പ ആറാട്ട് നടന്നു. ഉത്സവത്തിന് ഇന്ന് കൊടിയിറങ്ങും. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്നത്. രാവിലെ 8:15 സന്നിധാനത്ത് നിന്നും ആറാട്ട് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. പത്ത് മണിയോടെ പമ്പാ ഗണപതി ക്ഷേത്രത്തിലെത്തി
പ്രത്യേകമായി സജ്ജീകരിച്ച ആറാട്ട് കടവിലായിരുന്നു ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ ചടങ്ങുകൾ. അരമണിക്കൂർ നീണ്ട ആറാട്ടിന് ശേഷം പ്രതിഷ്ഠയായ പമ്പാ ഗണപതി കോവിലിന് സമീപത്തുള്ള മണ്ഡപത്തിലിരുത്തി. ഉച്ചസമയത്ത് ആനയെ എഴുന്നള്ളിക്കരുതെന്ന വനംവകുപ്പ് നിർദ്ദേശമുള്ളതിനാൽ വൈകിട്ടാണ് എഴുന്നള്ളിപ്പ് സന്നിധാനത്തേക്ക് മടങ്ങുക. എഴുന്നള്ളിപ്പ് സന്നിധാനത്തെത്തുന്നതോടെ 10 ദിവസം നീണ്ട ഉത്സവം കൊടിയിറങ്ങും. കനത്ത സുരക്ഷയാണ് ശബരിമലയിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് 18 പമ്പ. നിറങ്ങളിൽ നീരാടി ഹോളി ആഘോഷിച്ച് ഉത്തരേന്ത്യ. ആഘോഷം അതിരുവിടാതിരിക്കാൻ വിവിധ സംസ്ഥാനങ്ങളിൽ പോലീസ് സുരക്ഷ ശക്തമാക്കി. പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും അടക്കമുള്ള നേതാക്കൾ ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേർന്നു. വസന്തത്തെ വരവേറ്റ് വടക്കേ ഇന്ത്യ വർണ്ണ മഹോത്സവത്തിന്റെ ലഹരിയിലാണ്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളോടെയാണ് ഹോളി ആഘോഷങ്ങൾ തുടങ്ങിയത്. പരസ്പരം നിറം ചാർത്തിയും നൃത്തം ചെയ്തും തലസ്ഥാന നഗരം ഹോളിയുടെ ലഹരിയിൽ ആറാടി. മേം ഭി ചൌക്കിദാർ ക്യാമ്പയിന്റെ ഭാഗമായി രാജ്യത്തെ 25 ലക്ഷത്തോളം വരുന്ന വാച്ച്മാൻമാർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓഡിയോ സന്ദേശത്തിലൂടെ ഹോളി ആശംസ നേർന്നു. പുൽവാമ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും CRPFും ഹോളി ആഘോഷങ്ങൾ ഒഴിവാക്കി. നിറങ്ങൾ നിറയുന്ന ഡൂഡിലൊരുക്കി ഗൂഗിൾ ആഘോഷത്തിൽ പങ്കാളിയായി. അയോധ്യയിൽ മതമൈത്രിയുടെ സന്ദേശം മോദി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഹോളി ആഘോഷത്തിൽ ഒന്നുചേർന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഹോളി ആശംസകൾ നേർന്നു. രാഷ്ട്രീയ നേതാക്കളുടെയെല്ലാം ഹോളി ആഘോഷം ഇത്തവണ തെരഞ്ഞെടുപ്പ് വേദികളിലായിരുന്നു. രാജ്യം തെരഞ്ഞെടുപ്പ് ചൂടിൽ അമരുമ്പോൾ ഹോളി ആഘോഷത്തിന്റെ തിരക്കിലാണ് ഉത്തരേന്ത്യ. നിറങ്ങളിൽ നീരാടിയും വർണ്ണങ്ങൾ വാരി വിതറിയും ഹോളി ആഘോഷം പൊടിപൊടിക്കുന്ന JNU ക്യാമ്പസിൽ നിന്നും ക്യാമറമാൻ KP ധനേഷിനൊപ്പം KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. ഇനി മറ്റു വാർത്തകൾ ചുരുക്കത്തിൽ. ഇന്ത്യയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ സ്ഥിതി ഗുരുതരമാകുമെന്ന് പാകിസ്ഥാൻ അമേരിക്കയുടെ മുന്നറിയിപ്പ്. ഭീകരർക്കെതിരെ ഉറച്ച നടപടികൾ പാകിസ്ഥാൻ സ്വീകരിക്കണം. ഇനിയൊരു ഭീകരാക്രമണം ഇന്ത്യയിൽ ഉണ്ടായാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഓസ്ട്രേലിയയിൽ കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കാൻ തീരുമാനം. പ്രതിവർഷം രാജ്യത്ത് പ്രവേശിക്കാൻ അനുവദിക്കുന്ന കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ 15% കുറവ് വരുത്തി. പുതുതായി രാജ്യത്തെത്തുന്ന കുടിയേറ്റക്കാർക്ക് ചില നഗരങ്ങളിൽ 3 വർഷത്തേക്ക് നിരോധനം ഉണ്ടാകും. ഇറ്റലിയിലെ മിലാനിൽ കുട്ടികളുമായുള്ള സ്കൂൾ ബസ്സിൽ തട്ടിക്കൊണ്ടുപോയി തീ കൊളുത്തി. കുട്ടികളിൽ ചിലർ ബസ്സിനുള്ളിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു. പോലീസിന്റെ സംയോജിത ഇടപെടൽ മൂലം കുട്ടികളെ രക്ഷപ്പെടുത്തി. 45-കാരനായ ബസ് ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു. ഓൺലൈൻ വിവരശേഖരണത്തിൽ നിയന്ത്രണം കൊണ്ടുവന്നതിന് ഗൂഗിളിന് പിഴ. യൂറോപ്യൻ യൂണിയനാണ് $169 കോടി പിഴയിട്ടത്. എതിരാളികളിൽ നിന്നുള്ള സെർച്ച് റിസൾട്ടുകൾ ഉൾപ്പെടുത്തുന്നതിൽ നിന്ന് വെബ്സൈറ്റുകളെ വിലക്കുന്ന കോൺട്രാക്ട് ഉണ്ടാക്കിയതിലാണ് നടപടി.